സമ്പൂർണ്ണ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന രൂപത്തിൽ ഒരു കുടുംബം ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലാണ് പ്രേമാസ് വനിതാ ഹോട്ടൽ. അച്ഛനായിട്ട് തുടങ്ങി വെച്ച ഈ ഒരു സംരംഭം ഇപ്പം മകൻ ഏറ്റെടുത്ത് നടത്തുകയാണ്. അവിടെ പാചകത്തിനായിട്ടുള്ളത് മറ്റാരുമല്ല, അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ തന്നെയാണ് കേട്ടോ. നല്ല ഫ്രഷ് മീൻ പിടിച്ചു കൊണ്ടുവന്ന് മൂപ്പര് നമ്മൾ തക്കേരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ മീൻ നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സൽക്കാരത്തിൽ ഞങ്ങളും വീണുപോയി. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ചെന്നിരുന്നു, നമ്മൾ മീനൊക്കെ നോക്കി നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ട വിലയിൽ നമുക്ക് തൂക്കിയെടുക്കാം. അത്രയും നമ്മുടെ ഇഷ്ടങ്ങൾ, കൺസ്യൂമറുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഹോട്ടലാണ്. വെറും 50 രൂപയാണ് ഇവരൊരു ഊണിന് ചാർജ് ചെയ്യുന്നത് കേട്ടോ. 1 കിലോനാണ് മീൻ എടുക്കുന്നതെങ്കിൽ അതിന് 900 രൂപ. നല്ല ഫ്രഷ് ചെമ്പല്ലിയും കരിമീനും ചെമ്മീനും കക്കയിറച്ചും എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ, എടുത്തു പറയേണ്ടതായിരുന്നു. സൈഡ് ഐറ്റംസ് ആയിട്ട് പയറുപ്പേരിയും നല്ല കടുമാങ്ങയും ഇഞ്ചി കറിയും ഒക്കെ ഉണ്ടായിരുന്നു. മീൻ കറിയും ഉണ്ടായിരുന്നു. നമ്മൾ സാമ്പാർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉപ്പേരി ദിവസവും മാറുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഈ ഇഞ്ചിക്കറി ടേസ്റ്റ് കാരണം നമ്മൾ പിന്നെയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്നും വെച്ച് ഇത്രയും ഐറ്റംസിന് ഇവർ വെറും 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ചോദിച്ച് വാങ്ങി കഴിക്കുകയും ചെയ്യാം. ഒരു വീട്ടിൽ നമ്മൾ തക്കിയിരിക്കുന്ന രൂപത്തിൽ ഇവരെ നമ്മൾ തക്കിയിരിക്കുന്നുണ്ടായിരുന്നു. മീൻ വരാനൊന്നും കാത്തു നിൽക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കൊണ്ടുവച്ച ഉടനെ തന്നെ ആ ചോറെടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത്. പക്ഷെ സാമ്പാറിൻ്റെ രുചി കൊണ്ട് മീൻ വന്നപ്പോഴേക്കും ചോറ് പകുതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും രസമുണ്ടായിരുന്നു. ആ കടുമാങ്ങയും പുളിഞ്ചിയും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. മീനിൻ്റെ കാര്യം വിട്ടേ പോയി. മീൻ വന്നപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള കാര്യവും വിട്ടുപോയി. നമ്മൾ നല്ല ചെമ്പല്ലിയും കരിമീനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ തൂക്കിയിട്ട് നമ്മളുടെ വിലക്കനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. മറ്റുള്ളിടങ്ങളിൽ അപേക്ഷിച്ച് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ടേസ്റ്റ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ വായിൽ വെള്ളം ഊറിയിട്ട് പാടില്ല. അത്രയും കൊതി തോന്നുകയാണ് വീണ്ടും അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും. അത്രയും രസമുള്ള മീനായിരുന്നു. ഈ അടുത്ത് കഴിച്ചതിൽ ഇത്രയും രുചികരമായ ഭക്ഷണം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു സ്പോട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഈ ഒരു സ്പോട്ട് വരുന്നത് കോട്ടക്കടവ് കടലുണ്ടി ഭാഗത്ത് കുറച്ച് ഉള്ളിലോട്ടാണ്. പെട്ടെന്നൊന്നും നമ്മളെ കണ്ണിൽ പെടില്ല. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. നമ്മൾ ഇനി ഇവിടെ വരാൻ പ്ലാൻ ഉണ്ട്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള രൂപത്തിൽ കയറിയെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം നമ്മുടെ മീനിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഇത് എന്നിട്ടും വീണ്ടും വീണ്ടും ഇരുന്ന് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടാവോ എന്നുള്ള ലെവലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഫൈനലി നല്ല ചൂടുള്ള അടപ്രഥമ പായസവും, ദിവസവും പായസങ്ങൾ മാറുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇറങ്ങുമ്പോൾ 2 മൈസൂർ പാക്ക് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലത്ത് ഇവരിത് വിപുലീകരിക്കുകയാണെന്നാണ് പറഞ്ഞത്, സ്ഥലത്തിൻ്റെ ഒരു കുറവ് മൂലം. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.